32 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും അമ്മയിൽ ഇങ്ങനെ ഒരു സംഭവങ്ങൾ നടന്ന് കണ്ടതും. മാത്രം പറയുന്നതാണ് ശരി എന്ന് പറയുന്ന ആൾക്കാർ കൂടെ നമ്മൾ എങ്ങനെ പോകും? മറ്റവരൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുള്ളവർ തന്നെയാണ്, ബാക്കി എല്ലാവരും പെണ്ണുങ്ങൾ. ആ കുട്ടിയുടെ കാര്യം പരാതി കേൾക്കേണ്ട ആരാണ്? ശ്വേതയായിരുന്നു. നത്തിങ് ടു ഡു വിത്ത് അമ്മ എന്ന് പറയുന്ന ഒരു പ്രസിഡന്റിനെ കൊണ്ട് എങ്ങനെ ഇവിടെ സ്ത്രീകൾക്ക് കിട്ടും? രമേശ് പിഷാരുടെ എംഎൽഎയുടെ നേതൃത്വത്തിൽ അഡ്ഹോക് കമ്മിറ്റിക്കാണ് അമ്മ സംഘടനയുടെ താൽക്കാലിക ചുമതല. സംഘടനാപരമായി അച്ചടക്കത്തിന്റെ കാര്യത്തിൽ, പെരുമാറ്റത്തിന്റെ കാര്യത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നത് ഞങ്ങൾ തുറന്ന് സമ്മതിക്കുന്നു. ഇത് സമൂഹത്തിന് മാതൃകയല്ല. ഹലോ, ഐ ആം മുകേഷ് യാദവ്. അങ്ങനെ അമ്മയിൽ കൂട്ടയടി, തമ്മിലടി, സാമ്പത്തിക പ്രശ്നം, ഭാരവാഹിയായിരുന്ന എല്ലാവരും അവരുടെ സ്ഥാനങ്ങൾ ഉപേക്ഷിച്ച് പോയിരിക്കുകയാണ്. ഇവിടെ ജഗദീഷ് ചേട്ടൻ പറയുന്നത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. കുറച്ച് പ്രശ്നങ്ങൾ മാത്രമായിരുന്നോ? എന്തുമാത്രം പ്രശ്നങ്ങളായിരുന്നു കഴിഞ്ഞ മാസത്തിലുണ്ടായിരുന്നത്? ഒരു കുടുംബശ്രീയിൽ എങ്ങനെ അടി നടക്കും അതുപോലെയായിരുന്നു അമ്മയിൽ അടി നടന്നിരുന്നത്. ആദ്യം തന്നെ നമ്മൾ കേട്ടത് നീന കുറുപ്പിനെ ശപിച്ചുകൊണ്ട് കുറേ വാക്കുകൾ ഉതിർക്കുന്ന ലക്ഷ്മിപ്രിയയുടെ വോയിസ് ആണ് നമ്മൾ കേട്ടത്. അന്ന് അതിനെ എല്ലാവരും എടുത്ത് വിമർശിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ നീന കുറുപ്പൊന്നും വേണ്ടിയില്ല. പിന്നീട് അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞ് അൻസിബ രംഗത്ത് വന്നു. അതായത് അൻസിബയ്ക്കേറെ മഹാനടനെയും ചേർത്ത് അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നു എന്ന തരത്തിലുള്ള കുറേ വാർത്തകൾ. അതിനുശേഷം അൻസിബയ്ക്കേറെ കേസ് കൊടുക്കുന്നു, പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുന്നു, കുറേ നേരം അവിടെ ടോർച്ചർ ചെയ്തതിന് ശേഷം അവരിൽ നിന്നും എന്തൊക്കെയോ എഴുതി വാങ്ങുന്നു. ഇതിനുശേഷമാണ് അൻസിബ രംഗത്ത് വരുന്നത്. അവിടെ പല പ്രശ്നങ്ങളുമുണ്ട്, സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതൊന്നും ശരിയായിട്ടല്ല, ഇത് ചർച്ച ചെയ്യണം, അതുപോലെ തന്നെ തനിക്കേറെ കൊടുത്ത കേസിനെക്കുറിച്ചും ചർച്ച ചെയ്യണമെന്ന് ശ്വേതാ മേനോൻ്റെ അടുത്ത് പോയി. എന്നാൽ ശ്വേതാ മേനോൻ എന്താണ് പറഞ്ഞത്? അതൊന്നും ഇവിടെ ചർച്ച ചെയ്യാൻ കഴിയത്തില്ല, അതൊന്നും ഞങ്ങളുടെ പരിപാടിയല്ല, ഞങ്ങൾക്കതിന് സമയമില്ല എന്നാണ് പറഞ്ഞത്. അതിനുശേഷം കഴിഞ്ഞ 2 ദിവസമായിട്ട് കേൾക്കുന്നു അൻസിബയെ പുറത്താക്കാൻ പോകുന്നു, അതിനുള്ള ചർച്ച നടക്കുന്നുണ്ട് എന്ന രീതിയിൽ. എന്നാൽ ഇപ്പം അമ്മയുടെ വാർഷിക സമ്മേളനത്തിൽ എല്ലാം വെളിച്ചത്തിൽ കൊണ്ടുവന്നു. ഉച്ചയ്ക്ക് ശേഷമായിരുന്നു അൻസിബ സംസാരിച്ചത്. അതിനുശേഷം പല കാര്യങ്ങളും അവിടെ പൊങ്ങി വന്നു. സാമ്പത്തികമായുള്ള കാര്യങ്ങൾ ചെയ്തതിൻ്റെ കണക്ക് കാണിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അതായത് ഒരാഴ്ച മുമ്പ് തന്നെ വെക്കേണ്ട കണക്കായിരുന്നു, അതവർക്ക് വെക്കാൻ കഴിഞ്ഞില്ല. അതിന് വീണ്ടും 10-45 ദിവസം കൂടെ സമയം ചോദിച്ചിരിക്കുന്നു. അവിടെയാണ് അൻസിബ പറഞ്ഞ പല കാര്യങ്ങളും ശരിയാണ് എന്ന രീതിയിൽ പലർക്കും തോന്നുകയും പലരും അഭിപ്രായം പറയുകയും അവസാനം ഒരു ഗതിയുമില്ലാതെ ശ്വേതാ മേനോൻ രാജിവെക്കുകയാണ് ഉണ്ടായത്. ഇവിടെ ശ്വേതാ മേനോൻ രാജിവെക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. അതായത് പൊസിഷനിലിരുന്ന ആരാണോ ഈ കണക്ക് കാണിക്കാൻ ബാധ്യസ്ഥൻ അവരായിരുന്നു രാജിവെക്കേണ്ടത്. ഒരുപക്ഷെ അവരൊന്നും രാജിവെക്കാതിരുന്ന സമയത്ത് വൈകാരികമായിട്ട് എടുത്ത തീരുമാനമായിരിക്കാം ഇത്. പക്ഷേ ഒരു കാര്യം പറയണമല്ലോ, അൻസിബയെ പോലൊരു ആൾ തൻ്റെ കാര്യം ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അതിന് കഴിയില്ല എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് അമ്മയുടെ പ്രസിഡൻ്റായ ശ്വേത. അതുകൊണ്ട് തന്നെ അത് ചർച്ച ചെയ്യാത്തത് കൊണ്ടും പലരും നല്ല രീതിയിൽ ശ്വേതയെ വിമർശിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അവിടെയൊക്കെ ഏറ്റവും അടി കിട്ടുന്നത് ലക്ഷ്മിപ്രിയയ്ക്കായിരിക്കും. കാരണം അൻസിബയെ പുറത്താക്കാനിരുന്ന കമ്മിറ്റി പിരിച്ചുവിടുന്നു, താനും പുറത്താകുന്നു എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയത്. എന്തായാലും ലക്ഷ്മിപ്രിയയുടെ പ്രതികരണം ഒന്ന് നമുക്ക് കേട്ടു നോക്കാം. ലക്ഷ്മിപ്രിയയ്ക്ക് പിന്നെ എന്തിനും ഒരു ന്യായം ഉള്ളത് കൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊന്ന് കേട്ടു നോക്കാം. മാത്രം പറയുന്നതാണ് ശരി എന്ന് പറയുന്ന ആൾക്കാർ കൂടെ നമ്മൾ എങ്ങനെ പോകും? ഇവിടെ ഈ നാട്ടിൽ കോടതിയും നിയമവും സത്യവും ഒക്കെ ഉണ്ടല്ലോ. ഞാൻ പ്രാഥമിക അംഗത്തെ രാജിവെച്ചു എന്നല്ല, രാജിവെക്കേണ്ട അവസ്ഥ വന്നു. അല്ല ചുമ്മാതെ അങ്ങ് രാജിവെച്ചതൊന്നും അല്ലല്ലോ. സാമ്പത്തികമായുള്ള വരവ് ചെലവ് കണക്കുകളുടെ കണക്ക് ബോധിപ്പിക്കാൻ കഴിയാതെ രാജിവെച്ചു, ആ കമ്മിറ്റിയിലുള്ളവർ രാജിവെച്ചു, അങ്ങനെ പറയണം. അല്ലാതെ ഞാൻ രാജിവെച്ചു, ആരുടെയും കണ്ട് മോശം പ്രവൃത്തി കാരണം രാജിവെച്ചതുപോലെയാണ് പറയുന്നത്. ഇവിടെ ലക്ഷ്മിപ്രിയ പറയുന്നുണ്ട് ഒരു സൈഡ് മാത്രമേ കേട്ടോളെന്ന്. അങ്ങനെയെങ്കിൽ അൻസിബ പറഞ്ഞ കാര്യം അവിടെ ആരെങ്കിലും ചർച്ച ചെയ്യാൻ കൂട്ടാക്കിയിരുന്നോ? ആ സമയത്ത് എന്താണ് ഇതേ അഭിപ്രായം ഇല്ലാതെ പോയത്? അപ്പോൾ ഇതൊക്കെ സ്വയമായിട്ട് വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള വാചകടി. അല്ലാത്ത പക്ഷം ഇതിനേരെ വാതുറക്കത്തില്ല. അവിടെ ഒരു കാര്യങ്ങളുണ്ട്, ലക്ഷ്മിപ്രിയയ്ക്കേരെയാണ് അൻസിബ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്, അതുകൊണ്ട് വാതുറക്കാൻ കഴിയത്തില്ലല്ലോ. ഞാൻ അങ്ങനെ പറയുന്നില്ല. ഒരു സൈഡ് പറയുന്ന നറേഷൻ മാത്രം വിശ്വസിക്കുന്നു. ഗൂഢാലോചനയൊന്നും എനിക്ക് പറയാനില്ല ചേട്ടാ. എനിക്ക് അങ്ങനെയൊന്നും പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ കാണാത്ത കാര്യം പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ ഒരു സൈഡ് മാത്രം കേട്ടിട്ട് നമുക്ക് പറയാനുള്ളത് എന്താണ് എന്ന് പോലും മനസ്സിലാക്കാത്ത ഒരു സിസ്റ്റത്തിന്റെ ആ ഒരു വ്യവസ്ഥിതിയുടെ ഭാഗമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അത് ഒരു ആരോപണമായിട്ട് ഞാൻ വിചാരിക്കുന്നു. കാരണം അവിടെ നല്ല രീതിയിൽ വാക്കുകൾ ഇടറുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല, ഇതുവരെ ഇല്ലാത്തൊരു ഇടറൽ. പലപ്പോഴും വാചക കസരത്തുകൾ നടത്തുന്ന ലക്ഷ്മിപ്രിയയ്ക്ക് അവിടെയൊക്കെ വാചകങ്ങൾ ഇടറുന്നുണ്ട്. ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഓഗസ്റ്റ് 15-ാം തീയതി അധികാരത്തിലേറിയ കമ്മിറ്റിയുടെ ഇന്നലെ മുതലുള്ള ബില്ലുകൾ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് നെഞ്ച് കൈവച്ച് പറയാൻ പറ്റും. ഈ സംഘടനയ്ക്ക് അങ്ങനെ ഒരാൾക്കും ഏത് കമ്മിറ്റി വന്നാലും അവർക്ക് അങ്ങനെ സാമ്പത്തിക തട്ടിപ്പോ ക്രമക്കേടുകളോ ഒന്നും നടത്താനായിട്ട് പറ്റില്ല. ഇതെന്താണ് ഈ പറയുന്നത്? സാമ്പത്തിക ക്രമക്കേടുകൾ നടത്താൻ പറ്റില്ലെന്നോ? ഒരാൾക്കും സാമ്പത്തിക ക്രമക്കേടുകൾ നടത്താൻ പറ്റില്ലെന്ന്. അപ്പോൾ ഇതുവരെ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ലെന്നാണോ പറഞ്ഞു വരുന്നത്?
എനിക്ക് മനസ്സിലാവുന്നില്ല. ഉത്തരം മുട്ടുമ്പോൾ എന്തൊക്കെയോ പറയുന്നത് പോലാണ് എനിക്ക് തോന്നുന്നത്. അതിൽ മാധ്യമങ്ങൾക്കും ചെറുതല്ലാത്ത പങ്കുണ്ട്. കാരണം ഇന്നലെ ഞാൻ എഴുതിയ 93 യൂട്യൂബ് വീഡിയോകൾക്കെതിരെയും മലയാള സിനിമയിൽ മുൻപ് പ്രവർത്തിച്ചിരുന്നു എന്ന് അവകാശപ്പെടുന്ന 2 യൂട്യൂബേഴ്സ്, മലയാള സിനിമയിൽ ഒരു കാലത്തെ സംവിധായകർ എന്നൊക്കെ അവകാശപ്പെടുന്ന 2 യൂട്യൂബേഴ്സിനെതിരെയും ഞാൻ ഇൻഫോ പാർക്ക് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതി. ഫുൾ പോസ്റ്റ് എന്താണ് എന്ന് പോലും മനസ്സിലാക്കാണ്ട് നിങ്ങളടക്കമുള്ള മെയിൻ മീഡിയാസ് ഏത് രീതിയിലാണ് വളച്ചൊടിച്ച് ഇതിനെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോ ഇത്തരം ഗൂഢാലോചനകൾ മറ്റുള്ളവരെ വിശ്വസിക്കുന്നതിന് പിന്നിൽ ഈ നാട്ടിലെ മെയിൻ മീഡിയാസ് ഞങ്ങളൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളടക്കമുള്ള മെയിൻ മീഡിയാസ് പോലും നിങ്ങളും അതിൽ ഉത്തരവാദികളാണ് എന്നത് ഞാൻ പറയുന്നു. ഇത്രയേ ഉള്ളൂ, ഇനി എനിക്കൊന്നും പറയാനില്ല. അതായത് ലക്ഷ്മിപ്രിയ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, അമ്മയിൽ നിന്നും ഇവർ രാജിവെക്കാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളും മീഡിയകളും ഒക്കെയാണ് അവരില്ലാത്ത കാര്യങ്ങൾ എഴുതി പിടിപ്പിച്ചു വിടുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതിൻ്റെ ഒരു പങ്ക് മാധ്യമങ്ങൾക്കും ഉണ്ട് എന്ന രീതിയിലാണ് പറഞ്ഞത്. അവിടെയൊക്കെ അമ്മയുടെ വരവ് ചിലവ് കണക്കുകൾ കാണിക്കാൻ കഴിയാതെ ഇതിനെല്ലാം പങ്ക് മാധ്യമങ്ങൾക്കാണെന്ന്. ഇവിടെയൊക്കെ വ്യക്തമായിട്ട് മല്ലിക സുകുമാരൻ പറയുന്നുണ്ട്, ശ്വേത രാജിവെക്കേണ്ട ആവശ്യമില്ലായിരുന്നു, ശ്വേതയ്ക്ക് കുറച്ച് കാര്യങ്ങൾ അറിയത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവിടേക്ക് ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ആൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതിരുന്നപ്പോൾ ശ്വേതയ്ക്ക് രാജിവെക്കേണ്ട അവസ്ഥ വന്നതാണ്. അത് വൈകാരികമായിട്ട് എടുത്തൊരു തീരുമാനമാണ് എന്നാണ് മല്ലിക സുകുമാരൻ പറയുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ പറയുന്നുണ്ട് ബാക്കിയുള്ളവരെല്ലാം കുറ്റം ചെയ്തവരാണെന്ന്. അതായത് അവിടെയുള്ള ബാക്കിയുള്ള സ്ത്രീകളെല്ലാം കുറ്റം ചെയ്തിരുന്നു എന്ന്. അത് വ്യക്തമായിട്ട് മല്ലിക സുകുമാരൻ പറയുന്നുണ്ട്. അതും കൂടെ ഒന്ന് കേട്ട് നോക്കിയാൽ മനസ്സിലാവും. അവിടെയൊക്കെ മാധ്യമങ്ങൾ കാരണമാണെന്നൊന്നും മല്ലിക സുകുമാരൻ പറയുന്നില്ല. ഇവർ കണക്ക് ബോധിപ്പിക്കാത്തത് കൊണ്ടാണ് ഇവർക്ക് രാജിവെക്കേണ്ട അവസ്ഥ വന്നത്. അത് വ്യക്തമാക്കുന്നുണ്ട്. ഒരുപാടൊക്കെ ആരോപണങ്ങൾ വന്നപ്പോൾ ശ്വേതയ്ക്ക് ഞാനിതൊന്നും ചെയ്യാത്തത് ഇതിനെ കൊണ്ട് ഞാൻ കേൾക്കുന്നു എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അതൊരു അത് തീർച്ചയായിട്ടും അത് മറ്റവരൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുള്ളവർ തന്നെയാണ്. ബാക്കി എല്ലാവരും പെണ്ണുങ്ങൾ പറഞ്ഞു കേട്ടല്ലോ, ബാക്കി എല്ലാവരും പെണ്ണുങ്ങളെല്ലാവരും. ഇത് അവിടെയുള്ള ഒരു അംഗമാണ് പറഞ്ഞത്. മല്ലിക സുകുമാരൻ എന്ന് പറഞ്ഞ പൃഥ്വിരാജിൻ്റെ അമ്മയാണ് പറഞ്ഞത്. ബാക്കിയുള്ളവരെല്ലാം. ശ്വേത അവിടെ തെറ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നില്ല. ശ്വേത രാജിവെക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇതിൻ്റെ അധികാരപ്പെട്ട ആളുകൾ രാജിവെച്ചാൽ മതിയായിരുന്നു എന്നാണ് മല്ലിക സുകുമാരൻ പറയുന്നത്. ഇവിടെയൊക്കെ ലക്ഷ്മിപ്രിയ പറഞ്ഞതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. അല്ല, ശ്വേത രാജിവെക്കുന്നതിലുപരിയായിട്ട് ബാക്കിയുള്ളവരായിരുന്നു രാജിവെച്ച് കാണിക്കേണ്ടിയിരുന്നത്. ഞങ്ങൾക്ക് തെറ്റുപറ്റി, ക്ഷമിക്കണമെന്ന്. അവരാരും ചെയ്തില്ല, അപ്പോൾ ശ്വേത ചെയ്തു. അല്ല എന്തിയെ പറ്റും. അപ്പോൾ അമ്മയുടെ പ്രസിഡന്റായിട്ടുള്ള ശ്വേതാ മേനോൻ രാജിവെച്ചതിനെ തുടർന്നാണ് ഈ ബാക്കിയുള്ളവർ രാജിവെച്ചത്. അല്ലാതെ ഞങ്ങളെ കേൾക്കാൻ കഴിയാത്തത് കൊണ്ട് ഞങ്ങൾ രാജിവെച്ച് പോവുകയായിരുന്നു എന്ന് പറയുമ്പോൾ അതിന് വേറൊരർത്ഥമാണ്. ഇവിടെ ശരിക്കും സംഭവിച്ചത് സാമ്പത്തികപരമായിട്ടുള്ള വരവ് ചിലവ് കണക്കുകൾ കാണിക്കാൻ കഴിഞ്ഞില്ല. അതിനെ തുടർന്ന് അംഗങ്ങൾ ചോദ്യം ചെയ്തു. അവസാനം ഒന്നും പറയാനില്ലാതെ ഇവർക്ക് രാജിവെക്കേണ്ട അവസ്ഥ വന്നു. അതാണ് നടന്നത്. അതിൻ്റെ ഇടയിൽ ഇവരുടെ കുടുംബശ്രീ വഴക്കുകൾ, അങ്ങോട്ട് തെറിവിളി ഇങ്ങോട്ട് തെറിവിളി, അതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടും. സ്ത്രീകൾക്ക് നിലനിൽക്കാൻ കഴിയാത്തതല്ല, സ്ത്രീകളായിട്ട് പെരുമാറണം, അപ്പം നിലനിൽക്കും. അതിന് അനുവദിച്ചു കൊടുത്തത് സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരുണ്ടാവാം. തിരശ്ശീലയ്ക്ക് മുന്നിലും പിന്നിലും ഒക്കെ പ്രവർത്തിച്ചവരുണ്ടാവും. ഈ പുരുഷന്മാരുടെ കാര്യം പറയുകയാണെങ്കിൽ ടിനി ടോമിൻ്റെ കാര്യം മറന്നു പോകരുത്. ടിനി ടോമിനെതിരെ കുറേ അലിഗേഷൻസ് വന്നതാണ്. അതിനെ ഒന്നും ചർച്ച ചെയ്തുമില്ല. അതൊക്കെ ഈസിയായിട്ട് തള്ളിക്കളയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആയിരിക്കണം സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് മല്ലിക സുകുമാരൻ ഇത്ര ഉറപ്പിച്ച് പറയുന്നത്. ഇതൊക്കെ മാധ്യമങ്ങളല്ല പറയുന്നത്, അമ്മയിലെ അംഗങ്ങൾ തന്നെ മാധ്യമങ്ങളോട് പറയുന്നതാണ്. അതാണ് ഓർക്കേണ്ടത്. അല്ലാതെ മാധ്യമങ്ങളെ വെറുതെ ചർച്ച ചെയ്യുകയല്ല. അല്ല, ഭരണസമിതിക്ക് ഒരുപാട് തെറ്റുകളൊക്കെ പറ്റിയിട്ട് നിങ്ങൾക്കറിയാമല്ലോ. മിണ്ടാതെ ഈ പ്രദേശത്തോട്ട് തിരിഞ്ഞോക്കാത്ത എന്നിലാണ് തുടങ്ങുന്നത്. മല്ലിക ചേച്ചി ലൂസ് ടോക്കർ എന്തടിസ്ഥാനത്തിൽ കുക്കു പരമേശ്വരൻ പറഞ്ഞു. ഞാൻ ആ കെട്ടിടമേ കണ്ടിട്ടില്ല. അപ്പോൾ കാണാതെ കേൾക്കാതെ അഭിപ്രായങ്ങൾ പറഞ്ഞ് എല്ലാവരും കൂടെ തമ്മിലൊരു സ്വരച്ചേർച്ചയായി. എനിക്ക് പിന്നെ ഇവരൊക്കെ എന്ത് പറഞ്ഞാലും ഞാനത് ആ പ്രായമൊക്കെ കഴിഞ്ഞല്ലോ തുള്ളാനുള്ള. ഇവിടെയൊക്കെ മല്ലിക സുകുമാരന് മാത്രമല്ല അപവാദങ്ങൾ കേൾക്കേണ്ടി വന്നത്, ഹൻസിബയ്ക്കും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഹൻസിബയും മഹാനണ്ണയും ചേർത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇല്ലാത്ത അവീതങ്ങൾ ഉണ്ടാക്കി ഒരു കല്യാണം പോലും കഴിക്കാത്ത ഒരു പെൺകുട്ടിക്കേറെ വളരെ മോശമായിട്ട് കഥകൾ ഉണ്ടാക്കി വിടുക. എന്നിട്ട് അത് ചർച്ച ചെയ്യണം, ഇതിനൊരു പ്രതിവിധി കാണണം എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും ചർച്ച ചെയ്യാൻ പറ്റത്തില്ല, അതൊക്കെ ആദ്യ കാലഘട്ടങ്ങളിൽ ചർച്ച ചെയ്താണ്, ഇനി അത് നടക്കത്തില്ല എന്നുള്ള രീതിയിലായിരുന്നു അമ്മയുടെ പ്രസിഡന്റിൻ്റെ തീരുമാനം. അതുകൊണ്ട് എന്തായാലും ഇനി ചർച്ച ചെയ്യാൻ പറ്റത്തുമില്ല, സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കേണ്ട അവസ്ഥ വന്നു. എന്തായാലും ഈ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ കഴിയുന്നത് ഹൻസിബയ്ക്കായിരിക്കും. ഹൻസിബ എന്താണ് പറയുന്നത് കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. 32 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും അമ്മയിൽ ഇങ്ങനെ ഒരു സംഭവങ്ങൾ നടന്ന് കണ്ടതും ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും വിശദമായി മെമ്പേഴ്സിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടാവുക. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും മെമ്പേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളതും ആദ്യമായിട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരുടെയും അവരവരുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയ ഒരു കൃത്യതയുള്ള ജനറൽ ബോഡിയായിരുന്നു ഇന്ന് നടന്നത്. കാരണം വേറൊന്നുമല്ല, കണക്കുകൾ ചോദിച്ചു.
വലിയ വലിയ സ്പോൺസേഴ്സിനെയൊക്കെ അവർ കണ്ടുപിടിക്കുകയും അവരിൽ നിന്നൊക്കെ പണം വാങ്ങുകയൊക്കെ ചെയ്തു. അതുപോലെ തന്നെ ചെലവുകളും നടത്തിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ കണക്ക് കാണിക്കാൻ പറയുമ്പോഴാണ് ഈ വനിതാ അംഗങ്ങൾക്ക് കണക്കില്ലാതെ പോയത്. അതും ഒരാഴ്ച മുമ്പേ ഇത് കാണിക്കണമെന്നൊക്കെയാണ് ഇവരുടെ ബൈലോയിലുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് പോലും അവരത് കാണിച്ചില്ല. അതിനെ തുടർന്ന് ഇനി ഒരു 45 ദിവസം ഒരു 50 ദിവസമൊക്കെ വേണമെന്നും പറഞ്ഞ് അവരിതിനെ ന്യായീകരിക്കാൻ വന്നതായിട്ടൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ പറയാമല്ലോ, അംഗങ്ങളെല്ലാം നല്ല രീതിയിൽ എതിർത്തു, അവർക്ക് ഇറങ്ങേണ്ട അവസ്ഥ വന്നു. ഇവിടെ ഏറ്റവും മെയിൻ വില്ലനായത് സാമ്പത്തിക ക്രമക്കേട് തന്നെയാണ്. കഴിഞ്ഞ ഭരണസമിതിക്ക് കൃത്യമായിട്ടുള്ള വരവ് ചെലവ് കണക്കുകൾ ഈ ജനറൽ ബോഡിയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. അത് ഒരുപാട് തവണ ആ കമ്മിറ്റി അംഗങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞങ്ങൾക്ക് 45 ദിവസം തരാമോ, ഒരവസരം കൂടെ തരാമോ എന്നൊക്കെ. എന്ത് ബാലിശമായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു അത്. പക്ഷേ ആ ബാലിശമായിട്ടുള്ള ചോദ്യങ്ങളൊന്നും ജനറൽ ബോഡിയിൽ വിലപ്പോയില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. വരവ് ചെലവ് കണക്കുകളുടെ കൃത്യത കുറവ് തന്നെയാണ് ആദ്യമായിട്ട് ഒരു പ്രധാന ഇഷ്യൂ ആയിട്ട് നിലനിന്നിരുന്നത്. അതുപോലെ തന്നെ നീന കുറുപ്പ് ചേച്ചിയുടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ ഉന്നയിച്ച കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ ഉന്നയിച്ച എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഈ ജനറൽ ബോഡിയിൽ എനിക്ക് സംസാരിക്കാൻ പറ്റി. പക്ഷെ ഉച്ചയ്ക്ക് ശേഷമാണ് അവസരം കിട്ടിയത്. ആ അവസരം തന്നെ ചോദിച്ച് വാങ്ങിച്ചതാണ്. അത് അമ്മയിലെ ഓരോ മെമ്പേഴ്സിനോട് ഞാൻ നന്ദി പറയാണ്, എനിക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നതിന്. എന്തായാലും അൻസിബയുടെ കാര്യം ചർച്ച ചെയ്യത്തില്ല എന്ന് പറഞ്ഞ കമ്മിറ്റി അംഗങ്ങളും പ്രസിഡന്റും ഒക്കെ ഇപ്പോൾ പുറത്തായിട്ടുണ്ട്. ഇതിനൊക്കെ പലരും പല രീതിയിൽ പറയും. ചിലർ കർമ്മ എന്ന് പറയും, ഇല്ലെങ്കിൽ അൻസിബയോട് കാണിച്ചതിന് അവർക്ക് കിട്ടിയെന്നൊക്കെ പറയും. എന്നാൽ എനിക്ക് അങ്ങനെ പറയാൻ തോന്നില്ല. സാമ്പത്തികമായുള്ള കണക്കുകൾ കാണിക്കാൻ സമയത്തിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവിടെയുള്ള ആളുകൾ പൊങ്കാലയിട്ടു. തിരിച്ചൊന്നും പറയാതെ എല്ലാവരും മൗനമായിട്ടിരുന്നപ്പോൾ പ്രസിഡന്റിനെ രാജിവെക്കേണ്ട അവസ്ഥ വന്നു. ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ജഗദീഷ് ചേട്ടൻ പറയുന്നുണ്ട്. അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം. എന്തായാലും പഴയ ഭരണസമിതി അവർ രാജിവെച്ചു. അവർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഒരു വർഷം കൊണ്ട് തന്നെ അമ്മയുടെ അംഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി, ഐശ്വര്യത്തിന് വേണ്ടിയൊക്കെ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ സംഘടനാപരമായിട്ടുള്ള ചില പാളിച്ചകൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. അത് പരിചയക്കുറവ് ഉണ്ടായിരിക്കാം. അതിൽ അംഗങ്ങൾക്ക് അതൃപ്തി ഉണ്ടായിരുന്നു. മാത്രമല്ല, ട്രഷറർ കുറച്ച് നാൾ മാറി നിൽക്കേണ്ടി വന്നതിൻ്റെ പേരിൽ അക്കൗണ്ട്സ് പ്രോപ്പറായി ഇന്ന് പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അക്കൗണ്ട്സ് നേരത്തെ എത്തിക്കണം എന്നുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അത് പാലിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അക്കൗണ്ട്സ് പ്രോപ്പറായി പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഒരു ജനറൽ ബോഡിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അക്കൗണ്ട്സിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള മാനിപ്പുലേഷനോ തിരിമറിയോ ഒന്നും പറയുന്നില്ല. പക്ഷേ പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വലിയ ഒരു പാളിച്ചയായിട്ട് തന്നെ വന്നു. അല്ല, ഇവർക്കറിയത്തില്ലായിരുന്നു ഈ ദിവസമാണ് ഇതിൻ്റെ അവസാന ദിവസം, അതിനു മുമ്പ് ഇത് ചെയ്തു തീർക്കണമെന്ന് അവർക്ക് അറിയത്തില്ലായിരുന്നു. അവരൊന്നും അറിയാത്ത കുട്ടികളൊന്നും അല്ലല്ലോ, അറിയാമായിരുന്നു. പക്ഷെ വരവും ചെലവും കാണിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് സംഭവിച്ചത്. അതിനെ മിതമായിട്ട് ജഗദീഷ് ചേട്ടൻ പറയുന്നതേ ഉള്ളൂ. കാരണം അമ്മയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല, സാമ്പത്തിക തട്ടിപ്പൊന്നും ഇല്ല എന്ന രീതിയിൽ ആക്കി തീർക്കാൻ വേണ്ടി ജഗദീഷ് ചേട്ടൻ പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഇനി അറിയില്ല, ചിലപ്പോൾ കണക്ക് കാണിക്കാൻ പറ്റാഞ്ഞത് കൊണ്ടായിരിക്കാം. പിന്നെ സംഘടനാപരമായി അംഗങ്ങൾ തമ്മിലുള്ള ചില വാക്ക് തർക്കങ്ങൾ അത് മീഡിയയുടെ മുന്നിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ മീഡിയയുടെ മുന്നിൽ അവതരിപ്പിച്ചു. പൊതുസമൂഹത്തിൽ, പൊതുജനങ്ങളുടെ മധ്യത്തിൽ വളരെ മോശമായിട്ടുള്ള ഒരു ഇമേജ് ചില അംഗങ്ങൾ കാരണം അമ്മയ്ക്കുണ്ടായി എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. അതിലൊക്കെ അംഗങ്ങൾക്ക് അസംതൃപ്തി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു രീതിയിൽ പറഞ്ഞാൽ ഈ അവിശ്വാസ പ്രമേയം ഒക്കെ പ്രസൻറ്റ് ചെയ്തിരുന്നു. അതിനു മുമ്പ് അതിന് അനുമതി തേടിയിരുന്നു. പക്ഷേ അത് അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അംഗങ്ങളുടെ വികാരം മനസ്സിലാക്കി കഴിഞ്ഞ ഭരണസമിതി രാജിവെച്ച് ഒഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. രാജിവെച്ച് ഒഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ടല്ലോ. കഴിഞ്ഞ തമ്മിലടി, കുടുംബലകള, കുടുംബശ്രീ ചർച്ചകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ, ഇതൊക്കെ അങ്ങ് ഒറ്റയടിക്ക് ഇല്ലാതായി പോയതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഇനി അഥവാ ഇനി ഇത് ചർച്ച ചെയ്യുമോ എന്ന് അറിയത്തില്ല, കണ്ടു തന്നെ അറിയണം. ഇനി അഡ്ഹോക് കമ്മിറ്റി തൽക്കാലത്തേക്ക് എടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ കൺവീനർ എന്ന് പറയുന്നത് രമേശ് പിഷാരടി, അദ്ദേഹമാണ് കൺവീനർ. ദെൻ ഇതിൽ 9 മെമ്പേഴ്സിനെയാണ് നമ്മൾ അംഗങ്ങളുടെ നിർദ്ദേശാനുസരണം നമ്മൾ എടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ അംഗം KB ഗണേഷ് കുമാർ, ദെൻ സുരേഷ് കൃഷ്ണൻ, ദെൻ സാദിഖ്, ദെൻ ഡോക്ടർ റോണി, ദെൻ കൃഷ്ണപ്രഭ, ദെൻ ആശ അരവിന്ദ്, ഷാജോൺ കലാഭവൻ, ദേവി ചന്ദന. 9 പേരാണ് ഈ അഡ്ഹോക് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത്.
ഇനി അടുത്ത തിരഞ്ഞെടുപ്പ് എന്ന് നടത്തണം എന്നുള്ളത് ഈ അഡ്ഹോക് കമ്മിറ്റിയുടെ തീരുമാനത്തിന് വിട്ടു. അത് അഡ്ഹോക് കമ്മിറ്റി തുടർന്നുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്വം അഡ്ഹോക് കമ്മിറ്റി ഏറ്റെടുത്തു. എന്തായാലും അഡ്ഹോക് കമ്മിറ്റിയിലെ കൺവീനറായിട്ട് എടുത്തിരിക്കുന്നത് രമേഷ് പിഷാരടിയാണ്. ഇനി എന്ത് സംഭവിക്കുന്നതെന്നും അറിയത്തില്ല. ഇനി അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതെല്ലാം ഈ കമ്മിറ്റിക്കാരാണ്. അവിടെയൊക്കെ ശ്വേത രാജിവെച്ചു എങ്കിലും ശ്വേത വലിയ കുറ്റമൊന്നും ചെയ്തതായിട്ട് തോന്നില്ല. പക്ഷെ അവർക്കത് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിലേക്ക് മാറി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പലരും സംശയിച്ചിരുന്നു അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്ന രീതിയിലുള്ള സംശയങ്ങൾ. അതിനെ ശരിവയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ കണ്ടത്. ഇവിടെയൊക്കെ ശ്വേതയ്ക്കും ശ്വേതയുടേതായ അഭിപ്രായമുണ്ട്. അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം. കമ്മിറ്റിയും റിസൈൻ ചെയ്തിട്ടുണ്ട്. ഐ ഹാവ് കം ഔട്ട് ഓഫ് അമ്മ ഓർഗനൈസേഷൻ. നമ്മൾ വന്നില്ല കമ്മിറ്റിന്റെ എല്ലാം കണക്ക് കറക്റ്റ് ആണ്. അതിന്റെ മുമ്പേ ബാബുരാജ് ഏട്ടൻ ചെയ്ത കമ്മിറ്റീൻ്റെ ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. ഇതിന് പാവകളായില്ലെങ്കിൽ ആ സ്ഥാപനം ഓടിക്കാൻ പറ്റില്ല. പാവ ആവാൻ ഞാൻ റെഡിയല്ല. പാവ ആകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ചില കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. അൻസിബയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാമായിരുന്നു. അതുപോലെ തന്നെ കണക്കുകളും കാണിക്കാമായിരുന്നു. അല്ലാതെ ആരുടെയെങ്കിലും ഗൂഢാലോചന കൊണ്ട് പുറത്താക്കിയതാണെന്നൊന്നും പറയാൻ കഴിയത്തില്ല. ഇവർ തന്നെ ഇട്ടെറിഞ്ഞു പോയതാണ്. കാരണം അത് അവരെ കൊണ്ട് പറ്റുന്നില്ല. അംഗങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ആൻസർ പറയാൻ കഴിയത്തില്ലെങ്കിൽ ഇട്ടിട്ട് പോവുക. അതാണ് ഇവിടെ നടന്നത്. പ്രസിഡന്റ് അത് അവരുടെ ഭാഗത്തു നിന്ന് കുറച്ച് പിഴകൾ അവരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിവതും ഡിസ്കഷനിൽ കൂടെ നമ്മൾ ശ്രമിച്ചതാണ്. പക്ഷെ അത് എന്തുകൊണ്ടോ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ സംസാര രീതിയിൽ വ്യത്യാസങ്ങൾ വന്നതുകൊണ്ടായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ ജനറൽ ബോഡിയിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനും ഒരുപാട് അംഗങ്ങൾക്ക് അവരുടേതായിട്ടുള്ള പേഴ്സണൽ പരാതികൾ ഉണ്ടായിട്ടുണ്ട്. ഈ സംഘടനയെ കൊണ്ട് ഉണ്ടായിട്ടുള്ള പരാതികളുണ്ട്. എങ്ങനെയാണ് ഈ സംഘടന മുന്നോട്ട് പോകേണ്ടതെന്നുള്ള കുറിച്ച് പരാതികളുണ്ട്. അത്തരത്തിലുള്ള എല്ലാ പരാതികളും പരിഹരിക്കാനും പറയാനും പറ്റുന്നൊരു വേദിയാണ് ജനറൽ ബോഡി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പരാതികൾ വന്നു, ഒരുപാട് കാര്യങ്ങൾ വന്നു, ഒരുപാട് അലിഗേഷൻസ് വന്നു. ആ അലിഗേഷൻസിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു മൊമെൻറ്റിൽ ശ്വേത ചേച്ചി കുറച്ചൊരു ഇമോഷണൽ ബ്രേക്ക് ഔട്ടായിട്ടാണ് ഒരു തീരുമാനം എടുത്തത്. അപ്പോൾ അതൊരു സ്ഥിരമായിട്ടുണ്ടാകുന്ന ഒരു തീരുമാനമാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഇന്നത്തെ ഒരു ഇമോഷണൽ ബ്രേക്കിൽ എടുത്തൊരു തീരുമാനമായിട്ട് ഞാൻ കരുതുന്നു. അത് സ്വാഭാവികമായിട്ടും അമ്മയിൽ ഉള്ള ആളുകളൊക്കെ തന്നെ അത്തരത്തിലുള്ള പിണക്കങ്ങൾ ഉണ്ടായാലൊക്കെ തന്നെ തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ളൊരു സാഹചര്യമാണ് എപ്പോഴും അമ്മയെ സംബന്ധിച്ച് ഒരുക്കാറുള്ളത്. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഇനി മുന്നോട്ട് എങ്ങനെ ഈ സംഘടനയെ കൊണ്ടുപോകണം എന്നുള്ളത് ചർച്ച ചെയ്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇനി വരുമ്പോൾ ഒരു പുതിയൊരു അഡ്ഹോക് കമ്മിറ്റി എന്ന രീതിയിൽ വരട്ടെ എന്ന് തീരുമാനിച്ചു. അപ്പോൾ കുറേ ആളുകൾ ചർച്ച ചെയ്തു, കുറേ പേരുകൾ ചർച്ച ചെയ്തു. കുറേ പേരുകൾ ചർച്ച ചെയ്തിട്ടാണ് ഈ 9 പേരിലെ ഇതിലേക്ക് പിഷാരടിയുടെ നേതൃത്വം, എനിക്ക് തോന്നുന്നു ജഗദീഷ് ചേട്ടൻ അത് പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിഷാരടിയുടെ നേതൃത്വത്തിൽ ഒരു അഡ്ഹോക് കമ്മിറ്റി വരികയും ആ അഡ്ഹോക് കമ്മിറ്റി കുറച്ച് നാൾ പോയിട്ട് വീണ്ടും ഒരു ഇലക്ഷനിലേക്ക് പോയിട്ട് പുതിയൊരു കമ്മിറ്റി എടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത് പറയുന്നത് ഒരു അവസരം കൂടി അവർക്ക് കൊടുക്കാമായിരുന്നു എന്നുള്ള ഒരു ആരോപണം ഒരു ചില അംഗങ്ങൾ അത്തരത്തിലും കൂടി പറയുന്നുണ്ട്. ഒരു അവസരം കൂടി കൊടുക്കാമായിരുന്നു എന്നുള്ളത്. ഏതംഗങ്ങൾ? നേരത്തെ ഇപ്പോൾ അനൂപ് ചന്ദ്രൻ അടക്കമുള്ള ആളുകൾ അങ്ങനെ പറഞ്ഞു. അല്ല, അതാ ഈ പറയുന്ന കുറേ പേര് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കുറേ പേര് തിരിച്ചും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പം രണ്ട് രീതിയിലുള്ള അഭിപ്രായം വന്നതുകൊണ്ടാണ് അതൊരു ഈ കമ്മിറ്റി മാറട്ടെ, പുതിയൊരു അഡ്ഹോക് കമ്മിറ്റി വരട്ടെ എന്നൊരു പൊതു തീരുമാനത്തിലേക്ക് എത്തിയത്. ആ പൊതു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു അഡ്ഹോക് കമ്മിറ്റി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതൊരു ഷോർട്ട് ടേമിലേക്കുള്ളൊരു തീരുമാനമാണ്. ആ തീരുമാനത്തിൻ്റെ ഭാഗമായി വന്ന കമ്മിറ്റിയെ നയിക്കുന്നത് പിഷാരടിയാണ്. വളരെ ഏബിളായിട്ടുള്ള ഒരാളാണ്. ഗണേശ് ചേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ, ഷാജോണിനെ പോലുള്ള ആളുകൾ, കൃഷ്ണപ്രവേണിയും ജയവിചന്ദ്രനെയും പോലുള്ള വനിതകൾ ഒക്കെയുള്ളൊരു കമ്മിറ്റിയാണ്. അപ്പോൾ അവരത് അഡ്ഹോക് കമ്മിറ്റി വന്നിട്ട് പുതിയൊരു കമ്മിറ്റിയെ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇലക്ഷൻ പ്രോസസ്സ് വരെ ഈ കമ്മിറ്റി തുടരും എന്നുള്ളതാണ് തീരുമാനിച്ചത്. ഇനി എന്തായാലും പുതിയ ആളുകൾ വരട്ടെ. എന്തായാലും അമ്മയും നല്ല രീതിയിലുള്ള പൊട്ടിത്തെറി നടന്നിട്ടുണ്ട്. ഇനി കുറച്ച് നാളത്തേക്ക് പല വെളിപ്പെടുത്തലുകളും വരുമെന്നുള്ളതും, പലരെക്കുറിച്ചും ആരോപണങ്ങൾ വരും, പല രീതിയിലുള്ള അലിഗേഷൻസ് വരും. അതൊക്കെ ഇനി നമുക്ക് തുടർന്ന് കാണാം. കാരണം അമ്മാതിരി ഒരു പൊട്ടിത്തെറിയാണ് നടന്നത്. എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ഓക്കെ, ബൈ, സീ യു.